ശ്രീ പ്രശാന്ത് മലവയൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് ഈ പ്രയാസകരമായ തീരുമാനമെടുക്കേണ്ടി വന്നത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വിശദീകരണം. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, എങ്ങനെയാണ് BJPക്ക് സംസ്ഥാന പാതയിൽ ടോൾ പിരിക്കുന്നതിനെ എതിർക്കാൻ കഴിയുക? ദേശീയപാത അതോറിറ്റി ഇതേ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്, അല്ലെങ്കിൽ ഇതേ മാർഗത്തിലാണ് ദേശീയപാത അതോറിറ്റി വായ്പ എടുത്തിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിയുടെ പാതയിൽ ടോളുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ സഞ്ചരിക്കുന്ന പാതകളിൽ ടോളുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. ഇപ്പോൾ ദേശീയപാത പൂർത്തിയാവുന്നതോടുകൂടി, അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഴുവൻ സ്ട്രെച്ചുകളും പൂർത്തിയാവുന്നതോടുകൂടി നമ്മൾ ഇവിടെ നിന്ന് കാസർഗോഡ് വരെ സഞ്ചരിക്കാൻ 2000-2500 രൂപ ടോൾ കൊടുക്കേണ്ടി വരും ദേശീയപാതയിൽ. അപ്പോൾ ടോൾ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ദേശീയപാതയാണെങ്കിൽ പറ്റും, മറ്റു റോഡുകൾക്ക് പറ്റില്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇതിൽ ഒന്നാമത്തെ ഭാഗം ഇടതുപക്ഷത്തിൻ്റെ നയം മാറ്റം. ഒരുപാട് കാര്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയം മാറ്റമാണ്. അവർ നടത്തിയിട്ടുള്ള സമരങ്ങളൊന്നും ആത്മാർത്ഥതയില്ലാത്തതായിരുന്നു. അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും ആത്മാർത്ഥതയില്ലായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ഇവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവസാനവും വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ബ്രൂവറി എടുത്താൽ ഈ ആഴ്ച കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടോൾ പിരിക്കാൻ തീരുമാനിച്ചതാണ് എന്ന് മാത്രമേ ഓരോ ആഴ്ചയിലുമുള്ള വ്യത്യാസമുള്ളൂ എന്നുള്ളതാണ് നമുക്ക് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചോദിച്ചതുപോലെ ദേശീയപാതയും അതുപോലെ തന്നെ സംസ്ഥാന പാത, ദേശീയപാതയിൽ ടോൾ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും നിങ്ങളെന്തിനാണ് സംസ്ഥാന പാതയിൽ ടോൾ പിരിക്കുന്നതിന് എതിർക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യം. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കാരണം ഇവിടെ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെസ് കൊണ്ടുപോകുന്നത് കിഫ്ബിയാണ്. പെട്രോൾ അടിക്കുമ്പോൾ കിട്ടുന്ന അധിക വരുമാനം അത് കൊണ്ടുപോകുന്നത് കിഫ്ബിയാണ്. അവർ അത് വിനിയോഗിക്കുന്നുണ്ട്. ജനങ്ങൾ ടാക്സ് അടച്ചുകൊണ്ട് വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ വരുമാനം കൊണ്ടുപോകുന്ന കിഫ്ബിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ് ഇന്നലെ വരെ പോയിട്ടുള്ളത് എങ്കിൽ ഇന്ന് അതേ ജനങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതേ ജനങ്ങൾ തന്നെ റോട്ടിലിറങ്ങുമ്പോൾ അവൻ്റെ പോക്കറ്റിലുള്ളത് കൂടി പിരിച്ചെടുക്കുന്ന സ്ഥിതിവിശേഷത്തിനെയാണ് ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നത്. ഇത് CPMൻ്റെ നയം മാറ്റമാണ്. ഇത് അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് BJP പറയുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും അതുതന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ കിഫ്ബി വന്നത് എങ്ങനെയാണ്, കിഫ്ബിയിൽ ഉണ്ടാക്കിയിട്ടുള്ള അമെൻമെൻ്റ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ കേന്ദ്രം വരിഞ്ഞു മുറുക്കിയത് കൊണ്ടാണ് കിഫ്ബിയിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റേണ്ടി വന്നത് എന്ന് പറയപ്പെടുമ്പോൾ 1999 ഉണ്ടാക്കിയിട്ടുള്ള കിഫ്ബി 2016 അതായത് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അമെൻമെൻ്റ് ഉണ്ടാക്കി ഇത് മാറ്റിമറിച്ചുകൊണ്ട് ഇതൊരു അതായത് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര സംവിധാനത്തിൽ നിന്ന് അതിൻ്റെ ഒരു 3% മാത്രമേ കടമെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വസ്തുത മാറ്റിവെക്കുന്നതിന് വേണ്ടി കിഫ്ബി പോലുള്ള സംവിധാനത്തെ ഒന്നുകൂടി തട്ടിക്കൂട്ടി എടുത്തുകൊണ്ട്, കിഫ്ബി എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും സംവിധാനം, മുഖ്യമന്ത്രിയാണ് അതിന്റെ ചെയർമാൻ. താങ്കൾ പറഞ്ഞ ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിന് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പാതയ്ക്ക് ടോൾ പിരിക്കുന്നത് സാധാരണമാണ്. ഇവിടെ കിഫ്ബിക്ക് വേണ്ടി പെട്രോളിന്റെ സെസ് ഈടാക്കുന്നില്ലേ എന്ന് ചോദിച്ചു. നമ്മുടെ പെട്രോളിയം നികുതി ഒന്ന് വിഘടിപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ബേസിക് എക്സൈസ് ഡ്യൂട്ടി ₹1.80 മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കൂ, റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് സെസ് ആണ് 8 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ 1 ലിറ്റർ പെട്രോൾ എടുക്കുമ്പോൾ 8 രൂപ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ സെസ് ആയിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ദേശീയപാതയിൽ വീണ്ടും ടോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ₹7.60. അപ്പൊ ഇത് ഇന്ത്യയിലെ മോഡൽ ഇങ്ങനെ തന്നെയാണ്. അത് കേരളത്തിൽ മാത്രമായി വരുന്നതല്ല. വേണമെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളത്തിന് വേണമെങ്കിൽ നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാമായിരുന്നു എന്നാണ്. ഈ കിഫ്ബി തുടങ്ങിയത് മുതൽ ഇടതുപക്ഷ നയങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലുള്ള പെട്രോളിന്റെ വിലയാണോ ഇവിടെയുള്ളത്? തമിഴ്നാട്ടിലുള്ള പെട്രോളിന്റെ വിലയാണോ ഇവിടെയുള്ളത്? മഹാരാഷ്ട്രയിലുള്ള പെട്രോളിന്റെ വിലയാണോ ഉള്ളത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം അധിക തുക ഈടാക്കുന്നത്? എന്തിനാണ് അത് കൊണ്ടുപോകുന്നത്? ആരാണ്? ഈ കിഫ്ബി പോലുള്ള സംവിധാനമല്ലേ കൊണ്ടുപോകുന്നത്? അവിടെയാണ് ചോദ്യം. അധിക തുക ഈടാക്കും. സ്വാഭാവികമായിട്ടും രാജ്യത്തുള്ള നിയമത്തിന് അധികമായി ഓൾറെഡി കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അധിക നികുതി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ റോട്ടിലിറങ്ങുന്നവന്റെ പോക്കറ്റിൽ നിന്ന് പിന്നെയും വാരിയെടുക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഡബിൾ ടാക്സേഷൻ. എന്തുകൊണ്ട് പെട്രോൾ സെസ് പിന്നെയും അതിനുശേഷം വീണ്ടും മനുഷ്യർ എന്തുകൊണ്ട് ഇതുപോലെ ടോൾ കൊടുക്കേണ്ടി വരുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്.